Hello everyone, welcome to EGS classes. ഇന്നത്തെ ക്ലാസ്സിൽ ടൂൾസ് ആൻഡ് ടെക്നിക് ഫോർ ക്ലാസ് റൂം അസസ്മെന്റ് എന്ന ചാപ്റ്ററിലെ റിമൈനിങ് പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഒന്നുമില്ല, നമ്മൾ ഒരാളുടെ അഭിരുചി അല്ലെങ്കിൽ ഒരാളുടെ ആപ്റ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റുകളാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ അല്ലെ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളെ നമ്മൾ പ്രാഗ്മാറ്റിക് ടെസ്റ്റുകൾ എന്നും പറയാറുണ്ട്. എന്തുകൊണ്ടാ പ്രാഗ്മാറ്റിക് എന്ന് പറഞ്ഞത്? അതൊരു പ്രായോഗികമായി നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റുകൾ ആയതുകൊണ്ടാണ് അല്ലെ നമ്മൾ അതിനെ പ്രാഗ്മാറ്റിക് ടെസ്റ്റുകൾ എന്നും പറയുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് കേട്ടോ. എന്താണ് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻലി 2 ടൈപ്പ് ആയിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സ്പെസിഫിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. സ്പെസിഫിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കുട്ടികൾക്കുള്ള എബിലിറ്റീസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെസിഫിക്, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസിലുള്ള എബിലിറ്റീസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെസിഫിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ യൂസ് ചെയ്യുക. അതിന് എക്സാമ്പിൾ ആണ് മിനസോട്ട മെക്കാനിക്കൽ അസംബ്ലി ടെസ്റ്റ് ഒക്കെ കേട്ടോ. അത് കേട്ടിട്ടുണ്ടാവും, എന്താണെന്ന് അറിയുന്നുണ്ടായിരിക്കില്ല അല്ലെ. അതൊരു എഞ്ചിനീയറിംഗ് സ്കിൽസ് ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 2-3 ആപ്റ്റിറ്റ്യൂഡ് അറ്റ് എ ടൈം നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, സ്പെസിഫിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നമ്മൾ അറ്റ് എ ടൈം ഒരു ആപ്റ്റിറ്റ്യൂഡ് ആണ് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഒരു സ്പെസിഫിക് ഏരിയാസിലുള്ള ആപ്റ്റിറ്റ്യൂഡ് ആണ് ചെക്ക് ചെയ്യുക. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നമ്മൾ 2-3 ആപ്റ്റിറ്റ്യൂഡുകൾ അറ്റ് എ ടൈം എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. അപ്പൊ ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലുള്ള ഒരു ടെസ്റ്റ് ആണ് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതുപോലെ തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ബാറ്ററി എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ട്, GATB എന്ന് പറയും, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ബാറ്ററി. ഇത് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ബാറ്ററി DATB, അതിനെ തന്നെ DAT എന്നും പറയാറുണ്ട്. ഓക്കെ, ദിസ് ഇന്റഗ്രൽ ബാറ്ററി ഓഫ് ടെസ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ ജോർജ് K. Binet, Harold G. Shisho ആൻഡ് അലക്സാണ്ടർ G. Weisman. അതായത് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തത് ബിനെറ്റ്, സിഷോ ആൻഡ് വീസ്മാൻ ഇങ്ങനെയുള്ള സൈക്കോളജിസ്റ്റുകൾ കൂടി ചേർന്നിട്ടാണ്. മെയിൻ ആയിട്ട് ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ 8 സബ് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞല്ലേ, ഓരോ സ്റ്റുഡൻസിന്റെയും അല്ലെങ്കിൽ ഓരോ പേഴ്സന്റെയും ആപ്റ്റിറ്റ്യൂഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ യൂസ് ചെയ്യാന്ന് പറഞ്ഞല്ലേ. അതിൽ ജനറൽ കാറ്റഗറിയിൽ, അതായത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതിൽ എന്തുണ്ട്, ജനറൽ കാറ്റഗറിയിൽ വരുന്നതായതുകൊണ്ട് തന്നെ അതിൽ ഒന്നിൽ കൂടുതൽ ടെസ്റ്റ് ഐറ്റംസുകൾ ഉണ്ടായിരിക്കും. അതായത് ഒന്നിൽ കൂടുതൽ ആപ്റ്റിറ്റ്യൂഡുകൾ അറ്റ് എ ടൈം ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. മെയിൻലി 8 സബ് ടെസ്റ്റ് അല്ലെങ്കിൽ 8 ആപ്റ്റിറ്റ്യൂഡുകളാണ് എന്ത് ചെയ്യുന്നത്, ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ചെക്ക് ചെയ്യുന്നത്. വെർബൽ റീസണിങ്, ന്യൂമറിക്കൽ എബിലിറ്റി, abstract reasoning, spatial relation, mechanical reasoning, clerical speed and accuracy, language use spelling, language use sentences. Okay, ഓരോന്നും എന്താണെന്ന് നോക്കാം അല്ലെ. വെർബൽ റീസണിങ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് തന്നിട്ടുണ്ടാവും, അതിന് കുറച്ച് മിസ്സിംഗ് വേർഡ്സ് ഉണ്ടായിരിക്കും, ബ്രാക്കറ്റിൽ കുറച്ച് വേർഡ്സും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു മിസ്സിംഗ് പോർഷനിൽ, അതായത് ഈ ഒരു നമ്മൾ ബ്ലാങ്ക് ആയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു പ്ലേസ് ഉണ്ടല്ലോ, അതിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ് ഏതാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് എഴുതണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ പ്രോപ്പർ ആയിട്ട് റിപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ കുറച്ചുകൂടെയൊക്കെ ലോജിക്കൽ തിങ്കിങ്ങും അല്ലെങ്കിൽ റീസണിങ് വിത്ത് വേർഡ്സും ഒക്കെ അങ്ങനെയുള്ള എബിലിറ്റീസ് ഒക്കെ ഉള്ള കുട്ടികളാണെന്ന് പറയാം. അങ്ങനെയൊക്കെ എബിലിറ്റീസ് ഉള്ള ആളുകളാണെന്നാണ് പറയാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ഐഡിയ കൊടുത്തു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിന്റെ ഡിഫറെന്റ് ആംഗിളിൽ നിന്ന് അതിനെ വ്യൂ ചെയ്യാനുള്ള എബിലിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരൊക്കെ കൂടുതൽ സെലക്ട് ചെയ്യേണ്ടത് ലോ, ജേർണലിസം, ആർട്ട്, മീഡിയ, എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള ഏരിയാസ് ഒക്കെയാണെന്ന് പറയാം. ഇനി ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, നമ്പേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്പേഴ്സ് ആയിട്ട് എന്ന് പറഞ്ഞാൽ എന്താ, അപ്പം മാത്തമാറ്റിക്കൽ സ്കിൽസ് ഒക്കെ ന്യൂമറിക്കൽ എബിലിറ്റിയിൽ വരുന്നതാണ് അല്ലെ. കുറച്ചുകൂടി ഇന്റലിജന്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഫിനാൻസ്, സയൻസ്, അക്കൗണ്ടൻസി, ബാങ്കിങ്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെയുള്ള ഏരിയാസ് പഠിക്കാൻ അവർക്ക് കൂടുതൽ എന്തുണ്ടാവാം, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവാം. ഓക്കെ,
ഇനി തേർഡ് വൺ അബ്സ്ട്രാക്ട് റീസണിങ്. അബ്സ്ട്രാക്ട് റീസണിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ താല്പര്യമുള്ള കുട്ടികൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ കുറച്ച് ഫിഗേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ കമ്പയർ ചെയ്യാനും ഫിഗേഴ്സിന്റെ ഏതെങ്കിലും ഒരു പോർഷൻസ് മിസ്സിംഗ് ആണെങ്കിൽ അതിനെ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഉള്ള, അതുപോലെ അതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഫൈൻഡ് ചെയ്യാനൊക്കെ ഉള്ള എബിലിറ്റി ഒക്കെ എന്തുണ്ടായിരിക്കും, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് മെയിൻലി എഞ്ചിനീയറിംഗ്, മെഡിസിൻ, സയന്റിസ്റ്റ്, സോഫ്റ്റ്വെയർ ഡിസൈനർ, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അങ്ങനെയുള്ള മേഖലയിലോട്ടൊക്കെ ആയിരിക്കും എന്തുണ്ടാവുക, കൂടുതൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവുക. ഓക്കെ. നെക്സ്റ്റ് വൺ ക്ലറിക്കൽ സ്പീഡ് ആൻഡ് അക്യുറസി. നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ സ്പീഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പെട്ടെന്ന് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാനുള്ളത് കഴിവ്, അതുപോലെ പെട്ടെന്ന് കമ്പയർ ചെയ്യാനുള്ള കഴിവ്, കമ്പയർ ചെയ്തിട്ട് റീറൈറ്റ് ചെയ്യാനുള്ള കഴിവ്, അതൊക്കെയാണ് ഈ ഒരു ടെസ്റ്റ് ഐറ്റത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പൊ അതിലൊക്കെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന ആളുകൾ നമ്മൾ പറയും അവര് ആർക്കിടെക്ട്, അത് ആർക്കിടെക്ട് അല്ല, നമ്മൾ പറഞ്ഞത് പേരായിരുന്നു ക്ലറിക്കൽ ആൻഡ് സ്പീഡ് അല്ലെ. അപ്പൊ IT ഫീൽഡില്, അതുപോലെ ലാബ് ടെക്നീഷ്യൻസ്, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ ഏരിയാസ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, ഓഫീസ് ഫീൽഡുകൾ, അഡ്മിനിസ്ട്രേഷൻ സ്പേസിലൊക്കെ വർക്ക് ചെയ്യാനൊക്കെ അങ്ങനെയുള്ള ആളുകൾ എന്തായിരിക്കും കുറച്ചുകൂടെ അങ്ങനെയുള്ള ഫീൽഡുകളിലൊക്കെ കുറച്ചുകൂടെ നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റുന്നതാണ് നമ്മൾ പറയാറ്. പിന്നെ വരുന്നത് മെക്കാനിക്കൽ റീസണിങ് ആണ്. അതായത് മെക്കാനിക്കൽ സ്കിൽസ്, ഇലക്ട്രിക്കൽ സ്കിൽസ് ഒക്കെയാണ് അങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക. നെക്സ്റ്റ് വൺ സ്പേഷ്യൽ റിലേഷൻ, സ്പേസ് റിലേഷൻ. സ്പേസ് റിലേഷൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു 3D പാറ്റേണോ അല്ലെങ്കിൽ 2D ഫോം ഒക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് അത് ഡിഫറെന്റ് ഫോമിൽ അത് വിഷ്വലൈസ് ചെയ്ത് കാണിക്കും, അല്ലെങ്കിൽ ഡിഫറെന്റ് ഫോമിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ ഒക്കെ അവർക്ക് പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവര് ആർക്കിടെക്ട്, അതുപോലെ ആർട്ട് ഡിസൈനിങ്, ഫോട്ടോഗ്രാഫി, ഫാഷൻ ഡിസൈനിങ് അങ്ങനെയുള്ള ഏരിയാസിലോട്ടായിരിക്കും ഒന്നുകൂടെ ആപ്റ്റ് ആയിട്ടുള്ളവർ. നെക്സ്റ്റ് വൺ ലാംഗ്വേജ് യൂസ് ആണ്. ലാംഗ്വേജ് യൂസിനെ 2 കാറ്റഗറി ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ലാംഗ്വേജ് സ്പെല്ലിംഗ് ആൻഡ് ലാംഗ്വേജ് യൂസ് സെന്റൻസസ്. എഡ്യൂക്കേഷനിൽ ലാംഗ്വേജിനുള്ള ഇമ്പോർട്ടൻസ് നമുക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ല അല്ലെ. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് എഡ്യൂക്കേഷൻ ബേസിൽ നോക്കുമ്പോൾ ലാംഗ്വേജ്. അതുകൊണ്ടാണ് ഇത് 2 കാറ്റഗറി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ലാംഗ്വേജ് യൂസ് സ്പെല്ലിംഗ് എന്ന് പറഞ്ഞ ആ ഒരു ടെസ്റ്റ് ഐറ്റംസിൽ അല്ലെങ്കിൽ ആ ഒരു സബ് ടെസ്റ്റിൽ നമ്മൾ മെയിൻലി സ്പെല്ലിംഗ് എന്താണെന്ന് കണ്ടെത്താനാണ് പറയുക. അതായത് ഒരു വേർഡ് മിസ്പെൽ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടാവും, അപ്പൊ ആ വേർഡ് ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനൊക്കെയാണ് പറയാം. അപ്പൊ അതിലൊക്കെ എലിജിബിൾ ആയിട്ടുള്ള കുട്ടികൾ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി ഒക്കെ കൂടുതലുള്ളവരായിരിക്കും. ടീച്ചിങ് എന്നുള്ള പ്രൊഫഷനിലോട്ടൊക്കെ കൂടുതൽ ആക്ട് ആയിട്ടുള്ളവരായിരിക്കും. കമ്മ്യൂണിക്കേഷൻ ബേസ് ചെയ്തിട്ട് അവർക്ക് ഒന്നുകൂടെ എളുപ്പമായിരിക്കും പറയാം. ഇനി ലാംഗ്വേജ് യൂസ് സെന്റൻസസ് ആണെങ്കിൽ ഒരു സെന്റൻസ് തന്നിട്ടുണ്ടാകും, അതിൽ കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ആയിരിക്കും, ചിലപ്പോൾ പങ്ക്ച്വേഷൻ ഉണ്ടായിരിക്കില്ല, ചിലപ്പോൾ എറേഴ്സ് ഉണ്ടായിരിക്കും. അതിപ്പോ അങ്ങനെയുള്ള എറേഴ്സുകളൊക്കെ വ്യക്തമായി ഐഡന്റിഫൈ ചെയ്യാനും സോൾവ് ചെയ്യാനും പറ്റുന്ന കുട്ടികളായിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് റൈറ്റിംഗ് ഫീൽഡിൽ, അതുപോലെ ടീച്ചിങ് ഫീൽഡിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതൊക്കെ ആയിരിക്കും അവരുടെ ആറ്റിറ്റ്യൂഡ് ആയിട്ട് വരുന്നത്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ഓരോ അതിൽ മെയിൻലി 8 സബ് ടെസ്റ്റുകളുണ്ട്. ഈ 8 സബ് ടെസ്റ്റുകൾ നമ്മൾ ചെക്ക് ചെയ്യുന്നതിന്റെ ബേസ് ആയിട്ട്, അതായത് അതിലുള്ള സ്റ്റേറ്റ്മെന്റുകൾക്ക് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതിന് ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ഏതാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. ഇനി യൂസസ് ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ എന്തൊക്കെയാ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ യൂസ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെ. സെലക്ടിങ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ഫോർ കോഴ്സ് ഓഫ് സ്റ്റഡീസ് ഓർ വെക്കേഷൻ. ഒരു ഏത് കോഴ്സാണ് നമുക്ക് പഠിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. ഏത് ജോബിലോട്ടാണ് നമുക്ക് എന്തുകൂടെ വേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് കൂടുതലുള്ള ഏത് ജോബിലാണെന്നുള്ള നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ചിട്ടുള്ള ജോബിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ചിട്ടുള്ള കോഴ്സുകളൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിക്ക് പെർഫോം ചെയ്യാനൊക്കെ പറ്റൂലെ. ഓക്കെ. അപ്പൊ അതൊക്കെയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ യൂസുകളായിട്ട് വരുന്നത്. ഇനി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അച്ചീവ്മെന്റ് ടെസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? അച്ചീവ്മെന്റ് ടെസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ, ഒരു കോഴ്സിന്റെ എൻഡിൽ അല്ലെങ്കിൽ എന്താ ഒരു പെർട്ടിക്കുലർ കോഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൽ എത്രത്തോളം നമ്മൾ കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്തു, എത്രത്തോളം നമ്മൾ പ്രൊഫിഷ്യന്റ് ആയി എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യാറ്. പക്ഷെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എങ്ങനെയാണോ? അല്ല. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻബോൺ ആയിട്ടുള്ള ക്യാരക്ടർ ആണ്. നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ നമ്മളിലുള്ള ഒരു ക്യാരക്ടർ ആണ് അല്ലെ.
അപ്പൊ അങ്ങനെയുള്ളതിന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒന്നും ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം വേഗം ഞാൻ എന്ത് ചെയ്യാം, എന്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എടുക്കുക. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യാം, ഒന്നും പഠിക്കാതെ പോയി ആ ഒരു ടെസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ ചെയ്യും. ആ ടെസ്റ്റ് ചെയ്തതിനു ശേഷമാണ് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ഏതാണ്, ഏത് ഫീൽഡാണ് പഠിക്കേണ്ടത്, ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിക്കുക. Achievement tests are conducted after a period of training or instruction in the field, whereas aptitude tests are conducted without providing any such training or instruction. Achievement tests furnish the standard or criterion against which the predicted effectiveness of aptitude tests can be judged. Achievement ടെസ്റ്റിന് എന്തുണ്ടായിരിക്കും, കുറച്ച് ക്രൈറ്റീരിയാസിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാളുടെ ആപ്റ്റിറ്റ്യൂഡ് ഏതാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്തിട്ട് ആളുടെ ആക്ടിവിറ്റീസിൽ നിന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളതൊക്കെയാണ് ഡിഫറൻസ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി വേറെ കുറച്ച് കാറ്റഗറീസ് ഓഫ് ടെസ്റ്റ് ഉണ്ട്. നമ്മളിപ്പോ മെയിൻലി അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വേറെ കാറ്റഗറീസ് ഉണ്ട്. ഏതൊക്കെയാ? എബിലിറ്റി ടെസ്റ്റ് ഉണ്ട്. എബിലിറ്റി ടെസ്റ്റ് എന്താ, ഒരാളുടെ എബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പൊ നമ്മൾ പറയില്ലേ, ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് എഡ്യൂക്കേഷനിലൊക്കെ പോകണമെങ്കിൽ ആൾക്ക് എന്തായാലും ഗ്രാജുവേഷൻ പാസ് ആയിരിക്കണം. അങ്ങനെ നമ്മൾ പറയുക, ബി എഡ് കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ആൾക്ക് ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ആളുകളാണ് ബി എഡ് കോഴ്സ് ചെയ്യേണ്ടത്. അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയസ്, ഒരു എബിലിറ്റി വേണം നമ്മൾ പറയുന്നത്. ബി എഡ് ചെയ്യണമെങ്കിൽ ആൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. അതാളുടെ എന്താണ് എബിലിറ്റി, എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എബിലിറ്റി ആണല്ലേ. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചില എൻട്രൻസ് എക്സാംസുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നാഷണൽ ലെവൽ സെലക്ഷൻ ഓർ അഡ്മിഷൻ ടെസ്റ്റ് ഫോർ കാൻഡിഡേറ്റ്സ് needed for different region universities are good example for എബിലിറ്റി ടെസ്റ്റ്. ഇനി ഓറൽ ടെസ്റ്റ് ഉണ്ട്. ഓറൽ ടെസ്റ്റിൽ ഓറൽ റെസ്പോൺസ് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഓറൽ പെർഫോമൻസ് ടെസ്റ്റ് ഉണ്ട്. ഓറൽ റെസ്പോൺസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് സ്കിൽസും അതുപോലെ എന്താ പ്രീ പ്രൈമറി സ്റ്റേജിലൊക്കെ നമ്മൾ കുട്ടികളെ ലേണിംഗ് അച്ചീവ്മെന്റ് ഒക്കെ അസസ് ചെയ്യാനൊക്കെ നമ്മൾ റെസ്പോൺസ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. ഇനി ഓറൽ പെർഫോമൻസ് ടെസ്റ്റ് ഉണ്ട്. ഓറൽ പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഡിബേറ്റ് ഒക്കെ നമുക്ക് പറയാം. അതുപോലെ എന്താ ഒരു പോയം കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടാവല്ലോ, അതുപോലെ എന്താ ക്വിസ്, ഓറൽ ക്വിസ്, അതൊക്കെ നമുക്ക് ഓറൽ പെർഫോമൻസ് ടെസ്റ്റ്. അത് മെയിൻലി പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസസ് ചെയ്യുന്നത്, അസസ്മെന്റ് നടത്തുന്നത്. ഓറൽ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് അസസ്മെന്റ് നടത്തുന്നത്. ഇനി പ്രാക്ടിക്കൽ ടെസ്റ്റുകൾ ഉണ്ട് അല്ലെ. ഏതാ പ്രാക്ടിക്കൽ ടെസ്റ്റ്? നമ്മൾ സയൻസ് സബ്ജക്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ലബോറട്ടറിയിലൊക്കെ ലാബ് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാനില്ല. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള തിയറിക്ക് പോർഷന്റെ ലാബ് വേർഷൻ നമ്മൾ ചെയ്യാനുണ്ടായിരിക്കും. അതിന് നമുക്ക് എത്രത്തോളമാണ് ഒരു സ്റ്റുഡന്റിന് ലബോറട്ടറി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ എത്രത്തോളം പ്രൊഫഷണൽ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് എക്യുപ്മെന്റ്സ്, അപ്പാരറ്റസ് ഒക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അതിനെ കുറിച്ചൊക്കെ എത്രത്തോളം നോളജ് ഉണ്ട്, അതൊക്കെയാണ് എന്ത് പ്രാക്ടിക്കൽ ടെസ്റ്റിൽ വരാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കാറ്റഗറീസ് ഓഫ് ടെസ്റ്റിൽ നമ്മൾ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് റൂബ്രിക്സ് ആണ്. എന്താ റൂബ്രിക്സ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പുതിയ വേർഡ്സ് ആയിരിക്കും, നമുക്ക് കേട്ടധികം പരിചയമില്ലാത്ത വേർഡാണ്. The term rubrics denote a guide listing of a coherent set of rules or specific criteria for scoring or grading students' answer paper, assignment, projects and academic performance. Rubrics എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ അസസ്മെന്റ് നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ റൂബ്രിക്സ് എന്ന് പറയാം. ഓക്കെ, for example, when a teacher grading a particular assignment of a students on a scale 1 to 4, the rubrics may detail what students need to do or demonstrate to earn a point. അതായത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഒരു അസൈൻമെന്റ് കുട്ടികൾക്ക് കൊടുക്കണം. ഞാൻ കുട്ടികളോട് പറയാണ്, ഇന്ന ടോപ്പിക്കിന് ബേസ് ചെയ്തിട്ടാണ് അസൈൻമെന്റ് ചെയ്യേണ്ടത്. അസൈൻമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്ന ബുക്കുകളൊക്കെ റെഫർ ചെയ്യുക. ഈ ബുക്കിലുള്ള ഈ ഒരു പോർഷൻസ് നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം. ആ ഒരു പാർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് 4 മാർക്സ് തരുള്ളൂ. ഇനി 3 പോയിന്റ്സ് ആണ് നിങ്ങൾ കണ്ടന്റ് പാർട്ടിൽ എഴുതിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കുറയും. നിങ്ങൾ 5 പോയിന്റ്സ് എഴുതണം. അങ്ങനെ നമ്മൾ എന്ത് കൊടുക്കുമ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കില്ല. അതിന് ബേസ് ചെയ്താണ് ഞാൻ മാർക്ക് ഇടാറുള്ളത്. അതാണ് റൂബ്രിക്സ് എന്ന് പറയാം. അതെന്ത് ചെയ്യാം, നമ്മുടെ സ്ട്രക്ചറൽ ഫോർമാറ്റിൽ എന്ത് ചെയ്യുക, ഫോർമൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്രൈറ്റീരിയാസ് എഴുതി കൊടുക്കുക. അതിനെയാണ് നമ്മൾ രൂപരേഖ എന്നൊക്കെ പറയാം. അതാണ് റൂബ്രിക്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫോർമാറ്റിലാണ് ഉണ്ടാവുക. സ്കെയിൽസ് ഉണ്ടായിരിക്കും. സ്കെയിൽസിൽ ഇവിടെ 4, 3, 2, 1 അങ്ങനെ എന്തുണ്ടായിരിക്കും,
ഒരു എന്താണോ അവരുടെ ലെവല് അതിനനുസരിച്ച് മാർക്ക് ചെയ്യാനുള്ള ഒന്നുണ്ടായിരിക്കും. പിന്നെ എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണുള്ളത് എന്നുള്ളത് ഈ ഒരു പാർട്ടിലുണ്ടായിരിക്കും. ഓക്കെ, ഇതിപ്പം എഡ്യൂക്കേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല, ജസ്റ്റ് റൂബ്രിക്സിന്റെ എക്സാമ്പിൾ ഒന്ന് കാണിച്ചതാട്ടോ. എന്താണ് റൂബ്രിക്സ് എന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇപ്പൊ പർപ്പസ് ഓഫ് റൂബ്രിക്സ് എന്താ? ടീച്ചേഴ്സിന് എന്തൊക്കെയാണ് കുട്ടികളെ ഒബ്സർവ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി റൂബ്രിക്സ് ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ അതുപോലെ തന്നെ എന്താ, to ensure consistent and objective evaluation of students' performance. സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് കൺസിസ്റ്റന്റ് ആയിട്ട് ഒബ്ജക്റ്റീവ് ആയിട്ട് വാല്യുവേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ റൂബ്രിക്സ് ഹെൽപ്പ് ചെയ്യുക. കാരണം എല്ലാവർക്കും ഒരൊറ്റ സെറ്റ് ഓഫ് റൂൾസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേഴ്സണൽ ബയാസ് ഒന്നും ഇല്ലാണ്ട് കുട്ടികളെ പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൂബ്രിക്സിന്റെ ഹെൽപ്പോട് കൂടെ അസസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഒരു റൂബ്രിക്സ് പെർഫെക്റ്റ് ആയിട്ടുള്ള റൂബ്രിക്സ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്തൊക്കെയാണ് അസൈൻമെന്റിന്റെ ടോപ്പിക് കാര്യങ്ങള് എന്നുള്ളതൊക്കെ കുട്ടികളായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഇതിലൊരു ടോപ്പിക് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ട് അതിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്യണം. പിന്നെ കുട്ടികളായിട്ട് ഡിസ്കസ് ചെയ്യണം. വേറെ എന്തെങ്കിലും ക്രൈറ്റീരിയാസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ ഡിസ്കസ് ചെയ്യാം. എന്നിട്ടെല്ലാം ക്ലിയർ ചെയ്തതിനു ശേഷം നമ്മൾ റൂബ്രിക്സ് ഡെവലപ്പ് ചെയ്യാം. ആ റൂബ്രിക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ഇടേണ്ടത്. ഓക്കെ, അപ്പം നോർമലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇമ്പോർട്ടന്റ് ഓഫ് റൂബ്രിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക് ടീച്ചേഴ്സിന് എന്തൊക്കെയാ? ടീച്ചേഴ്സിന് ഇങ്ങനെ ഒരു റൂബ്രിക്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടീച്ചർക്ക് ആദ്യം അറിയണമല്ലേ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, എന്തൊക്കെ ബേസിസിലാണ് ഞാൻ അസസ്മെന്റ് നടത്തേണ്ടത്. അപ്പൊ ടീച്ചേഴ്സ് ഒന്നുകൂടെ എന്താവും? അതിലോട്ട് ഓരോ ടോപ്പിക്കിലോട്ട് ഓരോ കണ്ടക്ട് പാർട്ടിലോട്ട് അത്രയും ഇറങ്ങി ചെന്നിട്ട് വേണം ആൾക്ക് എന്ത് ചെയ്യാനായിട്ട് റൂബ്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ അയാൾ അത്രയും എന്ത് ചെയ്യാൻ തുടങ്ങും? ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങും. To assess students' performance and their work using standardized set of rules, rubrics help the teacher to assess students' performance transparently and consistently, no kind of academic work. To write rubrics, teacher need to focus the ഓക്കെ, അതായത് മെയിൻ ആയിട്ട് റൂബ്രിക്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടീച്ചർക്ക് ആദ്യം എന്തൊക്കെ ക്രൈറ്റീരിയാസിനാണ് ഫോക്കസ് കൊടുക്കേണ്ടത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം അല്ലെ. അതൊക്കെ ഒന്നുകൂടെ ടീച്ചറും കൂടെ ഒന്നുകൂടെ എന്താ ഓരോ ലേണിംഗ് ഔട്ട്കമ്മിനും അല്ലെങ്കിൽ ഓരോ പാർട്ടുകളെ കുറിച്ച് ടീച്ചേഴ്സും കൂടെ ഒന്നുകൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് റൂബ്രിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സ്റ്റുഡൻസിന് എന്താ? സ്റ്റുഡൻസിന് പ്രോപ്പർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ എന്താ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം എന്ത് ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏതൊക്കെ ഏരിയാസിൽ നിന്നുള്ള പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യണം, എങ്ങനെയാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അതിനെ കുറിച്ച് വെൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഐഡിയ അവർക്ക് കിട്ടും അല്ലെ. അപ്പം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ലെവലിൽ ആൻസർ ചെയ്യാൻ പറ്റൂല. ഇപ്പൊ നമ്മുടെ എക്സാംസുകളിൽ തന്നെ നമുക്ക് ഓരോ എസ് എ ക്വസ്റ്റ്യൻസും എഴുതാനുണ്ടല്ലേ. ആ എസ് എ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഒരു സിനോപ്സിസ് വേണം. സിനോപ്സിസിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ സിനോപ്സിസിൽ ഇൻട്രൊഡക്ഷൻ എഴുതണം. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ കണ്ടന്റ് പാർട്ട് ഉണ്ട്. കണ്ടന്റ് പാർട്ടിലാണ് നിങ്ങൾ മെയിൻ പോയിന്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൺക്ലൂഷൻ പാർട്ടിൽ അതുപോലെ തന്നെ കണ്ടന്റ് പാർട്ടിൽ നിങ്ങൾ മൈൻഡ് മാപ്പ് യൂസ് ചെയ്യണം. കൺക്ലൂഷൻ പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യരുത്? നമ്മുടെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യണം. അങ്ങനെ ഇപ്പൊ നമ്മുടെ എസ് എ റൈറ്റിംഗിൽ അതായത് നമ്മൾ ബി എഡിൽ നമ്മൾ എസ് എ റൈറ്റിംഗിൽ അങ്ങനെ ഒരു സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോഴാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള മാർക്ക് കിട്ടുക. അതേപോലെ തന്നെയാണ് റൂബ്രിക്സും പറഞ്ഞു വരുന്നത്. ഓരോ കാര്യങ്ങളും എന്ത് പ്രോപ്പർ ആയിട്ട് നമുക്ക് റൂബ്രിക്സിന്റെ ഹെൽപ്പോട് കൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. സ്റ്റുഡൻസിന് അറിയാൻ വേണ്ടി പറ്റില്ല ഏത് ഏരിയയിലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളൊരു കാര്യം ഇപ്പൊ എസ്എന്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ ഈ എസ് ഇങ്ങനെയാണ് എഴുതേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞാല് ഞാൻ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കൂല. അതായത് ഓരോന്നിന്റെ ഡെഫിനിഷനും അതുപോലെ ഓരോന്നിന്റെ മീനിങ് ഒക്കെ പഠിച്ച് എസ്എന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഡെഫിനിഷനും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. അതുപോലെ കണ്ടന്റ് പാർട്ടിൽ ഞാൻ മൈൻഡ് മാപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ ഞാൻ എന്താണോ വേണ്ടത് എനിക്ക് അറിഞ്ഞാല് ഞാൻ അതിനനുസരിച്ചിട്ടുള്ള ലെവൽ ഓഫ് ഒക്കെ അച്ചീവ് ചെയ്യൂല. അതിനനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് ലെവൽ എനിക്ക് അച്ചീവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു അസസ്മെന്റ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഒന്നുകൂടെ ട്രാൻസ്പെറന്റ് ആക്കാൻ വേണ്ടിയിട്ട് റൂബ്രിക്സ് എന്ത് ചെയ്യും? നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് റൂബ്രിക്സിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അസസ്മെന്റ് ടൂൾ ഫോർ അഫക്റ്റീവ് ഡൊമൈൻ. അപ്പൊ ആദ്യം നമുക്ക് അറിയേണ്ട കാര്യം നമ്മുടെ ലേണിംഗ് ഓരോ വ്യക്തിയുടെയും പ്രൈമറി ഡെവലപ്മെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 3 തരത്തിലാണ് അത് നടക്കാന്ന് പറയാറുണ്ട് അല്ലെ. അതായത് പ്രൈമറി ഡെവലപ്മെന്റ് 3 ഡൊമൈനുകളിലായിട്ടാണ് നടക്കുന്നത്. കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടോർ ഡൊമൈൻ. കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള വൈജ്ഞാനികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വരിക.
അതായത് തിങ്കിങ്, നോയിങ്, അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ ഇവാലുവേറ്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അതായത് കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ കോഗ്നിറ്റീവ് ഡൊമൈനിലാണ് വരുന്നത്. ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് പഠിക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി അഫക്റ്റീവ് ഡൊമൈനിൽ മെയിൻലി അഫക്ഷനുമായിട്ട്, അതായത് ഇമോഷണൽ ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അഫക്റ്റീവ് ഡൊമൈനിൽ വരിക. മോട്ടിവേഷൻ, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, അതൊക്കെ അഫക്റ്റീവ് ഡൊമൈനിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അല്ലെ. തേർഡ് ആണ് സൈക്കോമോട്ടോ ഡൊമൈൻ ഉണ്ട്. സൈക്കോമോട്ടോ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൽസ് അക്യൂർ ചെയ്യുക, അതുപോലെ ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അതായത് നമ്മൾ വ്യത്യസ്ത നൈപുണ്യങ്ങള്, സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, മോട്ടോ ഡെവലപ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൈക്കോമോട്ടോ ഡൊമൈനിലാണ് വരിക. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോഗ്നിറ്റീവ് ഡൊമൈനിൽ നമ്മൾ എന്താ, നമ്മൾ എത്രത്തോളം പഠിച്ചു, എത്രത്തോളം അണ്ടർസ്റ്റാൻഡ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക, എങ്ങനെ അസസ് ചെയ്യാൻ പറ്റുക. നമുക്ക് ടെസ്റ്റ് യൂസ് ചെയ്യാൻ അതൊന്ന് പറഞ്ഞു, അച്ചീവ്മെന്റ് ടെസ്റ്റ് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ കോഗ്നിറ്റീവ് ഡൊമൈനിലുള്ള കാര്യങ്ങൾ അസസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ടൂളുകളുണ്ട്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റ്, ഒബ്സർവേഷൻ, അങ്ങനെ കുറച്ച് ടൂളുകളും ടെക്നിക്കുകളും ഒക്കെ ഉണ്ട് അല്ലെ. ഇനി അഫക്റ്റീവ് ഡൊമൈനിൽ, അതായത് അഫക്ഷനായിട്ട് ഇമോഷണൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഡൊമൈനിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ അസസ് ചെയ്യാം? ടെസ്റ്റ് വെച്ചിട്ട് അസസ് ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അസസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അസസ്മെന്റ് ടൂൾ ഫോർ അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞ ഈ ഒരു പാർട്ടിൽ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കറിയാം അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ അഫക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമോഷണൽ പാർട്ടാണ് അല്ലെ. നമ്മുടെ ഒരാളുടെ, ഒരു വ്യക്തിയുടെ പ്രൈമറി ഡെവലപ്മെന്റിന്റെ ഇമോഷണൽ പാർട്ടുകളാണ് അഫക്റ്റീവ് ഡൊമൈനിൽ വരിക. അതുകൊണ്ട് തന്നെ അഫക്റ്റീവ് ഡൊമൈനിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് ആറ്റിറ്റ്യൂഡ് സ്കിൽസ്, മോട്ടിവേഷണൽ സ്കിൽസ്, ഇൻട്രസ്റ്റ്, ഇൻവെന്ററി, ഈ ഇങ്ങനെയുള്ള ടൂളുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു പേഴ്സന്റെ അഫക്റ്റീവ് ഡൊമൈനിൽ അഫക്റ്റീവ് ഡൊമൈനിന്റെ എബിലിറ്റീസും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യും. ഓക്കെ, അപ്പൊ അത് ഓരോ ടൂൾസുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അഫക്റ്റീവ് ഡൊമൈനിന്റെ സ്റ്റേജസുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം അല്ലെ. നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുണ്ട്, ടാക്സോണമി ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ. 3 ഡൊമൈനുകളുണ്ട്, കോഗ്നിറ്റീവ്, അഫക്റ്റീവ്, സൈക്കോമോട്ടോ. ഈ 3 ഡൊമൈനുകളും ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അതിലുള്ള ഓരോ എന്താ പറയാ കാര്യങ്ങളെയും എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ഓരോ വ്യക്തിയുടെയും ഫീലിങ്സ്, ഇൻട്രസ്റ്റ്, അപ്രിസിയേഷൻ, ആറ്റിറ്റ്യൂഡ്, വാല്യൂ ഒക്കെയാണ് നമ്മൾ അഫക്റ്റീവ് ഡൊമൈനിൽ പറയാം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്, അതായത് നമ്മുടെ ബിഹേവിയർ ഒബ്ജക്റ്റീവ്സിനെയാണ് നമ്മുടെ അഫക്റ്റീവ് ഡൊമൈനിൽ വരിക അല്ലെ. അതായത് അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ അഫക്ഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടില്ല, നമ്മുടെ ബിഹേവിയർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് വരിക. അപ്പൊ നമ്മുടെ ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്സ് എങ്ങനെയാണ് ക്യാരക്ടറൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്യാരക്ടർ ഫോർമേഷൻ നടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ അഫക്റ്റീവ് ഡൊമൈനിന്റെ സ്റ്റേജുകളിൽ വരിക. നമ്മൾ പഠിക്കാൻ ഒന്നുകൂടി എളുപ്പമാവാൻ വേണ്ടി റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ, ഇത്രയും സ്റ്റെപ്പുകളാണ് എന്ത് വരുന്നത് അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്നത്. അപ്പൊ ആ ഒരു ഫസ്റ്റ് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ RRVOC എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഷോർട്ട് ഫോമിൽ പഠിക്കാറുണ്ട്. നിങ്ങൾ അങ്ങനെ പഠിക്കണമെന്നില്ല, ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാം. RRVOC, ഫസ്റ്റ് R റിസീവിങ്, സെക്കൻഡ് R റെസ്പോണ്ടിങ്, V വാല്യൂയിങ്, ഓർഗനൈസിങ് ആൻഡ് C ക്യാരക്ടറൈസേഷൻ. അപ്പൊ ഓരോ സ്റ്റേജ് എന്താണെന്ന് നമ്മൾ വ്യക്തമായി ഒന്നുകൂടി ഇതിൽ പറഞ്ഞു പോകാം. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്, പക്ഷെ എന്നാലും നമുക്ക് ഒരു ഏരിയ ഒന്നുകൂടെ എഫക്റ്റീവ് ആക്കണമെങ്കിൽ നമുക്കത് പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് കേട്ടോ. എന്താണ് റിസീവിങ് എന്നുള്ളതിനോട് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഞാനൊരു കാര്യം കേട്ടു, ആ കേട്ട കാര്യം മൈൻഡിലോട്ട് എടുക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കൂല. അതായത് ഒരു അറിവിനെ നമുക്ക് ഉൾക്കൊള്ളാനുള്ള കഴിവിനെയാണ് നമ്മൾ റിസീവിങ് എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യം ഞാൻ കേട്ടു, അതേക്കുറിച്ച് ഞാൻ അവെയർ ആവാം, അതിനെ ഞാൻ റിസീവ് ചെയ്യാൻ വേണ്ടി വില്ലിങ് ആവാം, അതിനെയാണ് റിസീവിങ് എന്ന് പറയാം. ഓക്കെ, അതായത് ഒരു കാര്യം കേട്ടാല് അതിനെ എന്ത് ചെയ്യാം, ഉൾക്കൊള്ളാനുള്ള കഴിവിനെയാണ്, അത് മൈൻഡിലോട്ട് എടുക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ റിസീവിങ് എന്ന് പറയും. ഇനി എന്താ റെസ്പോണ്ടിങ് എന്ന് പറയാം? ഞാനൊരു കാര്യം കേട്ടു, അത് ഞാൻ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരുന്നു, അതിനോട് ഞാൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ള, ആ ഒരു ആശയത്തോട് ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ റെസ്പോണ്ടിങ് എന്ന വാക്കിൽ വരിക. അത് ഇൻട്രസ്റ്റിന് ബേസ് ചെയ്തിട്ടാണ് അല്ലെ. അതായത് ഓരോ പേഴ്സണും എന്താണ് ഓരോരോ ലെവലിലായിരിക്കും റെസ്പോണ്ടിങ് പോവാം. തേർഡ് വണ് വാല്യൂയിങ്, അതായത് ഞാനൊരു കാര്യം കേട്ടു, അതിനോട് ഞാൻ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് കൊടുത്തു, ഇനി ഞാൻ അതിനെ എങ്ങനെയാണ് വാല്യൂ ചെയ്തത്, അതായത് ഞാനൊരു വാല്യൂവിനെ എങ്ങനെയാണ് അതിന് മുൻതൂക്കം കൊടുക്കുന്നത്, അതൊക്കെയാണ് വാല്യൂയിങ് എന്നുള്ള പാർട്ടിൽ വരും.
നെക്സ്റ്റ് വൺ ഓർഗനൈസേഷൻ. അതായത് നമ്മൾ ഒരു ക്യാരക്ടർ ഫോം ചെയ്യുന്നത് ഒരൊറ്റ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടല്ല അല്ലെ, ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ വാല്യൂസിനും ഞാൻ കൊടുക്കുന്ന പ്രയോറിറ്റി എന്താണ്, അതായത് പ്രയോറിറ്റി ബേസിൽ ഓരോ വാല്യൂവിനെയും ഞാൻ കാറ്റഗറൈസ് ചെയ്യുന്നതിനെയാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വണ്ണാണ് ക്യാരക്ടറൈസേഷൻ. ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് വ്യക്തിത്വ മൂലവൽക്കരണം എന്നൊക്കെ പറയുന്നത്, നമ്മളൊരു ക്യാരക്ടർ ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ക്യാരക്ടറൈസേഷൻ എപ്പോഴാണ് ഉണ്ടാവുക, ഞാൻ ഈ ഒരു വാല്യൂവിനെ കൊണ്ട് അതെന്റെ ലൈഫിൽ എന്റെ ഒരു ലൈഫിന്റെ പാർട്ടാക്കും, അല്ലെങ്കിൽ എന്റെ ഒരു ക്യാരക്ടർ ഫോം, എന്റെ ഒരു ബിഹേവിയറിന്റെ ഭാഗമാക്കുമ്പോഴാണ് എനിക്ക് ക്യാരക്ടർ ഫോം ചെയ്തെന്ന് പറയാല്ലേ. ഇത് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. മഹാത്മാഗാന്ധിന്റെ ഒക്കെ എക്സാമ്പിൾ വെച്ചിട്ട് യൂഷ്വലി ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അതായത് ഞാനൊരു ഗാന്ധിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബുക്ക് ഞാൻ വായിച്ചു. ആ ബുക്ക് ഞാൻ വായിച്ചു, അതങ്ങനെ പോട്ടെ നിർത്താം. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ആ ബുക്കിലുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് എന്ത് ചെയ്യാം, ഉൾക്കൊള്ളണം. അങ്ങനെ ഞാൻ ഉൾക്കൊള്ളുകയാണെങ്കിൽ അതാണ് റിസീവിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. അതായത് ഞാനൊരു ബുക്ക് വായിച്ചു, ആ ബുക്കിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഉൾക്കൊണ്ടു, ആ കാര്യത്തോട് ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് റെസ്പോണ്ടിങ്. ഈ വാല്യൂവിങ് എന്താ, ഞാൻ ആ ഒരു ബുക്കിൽ ഒരു മഹാത്മാഗാന്ധിയുടെ ഒരുപാട് എന്താ പറയാ വാല്യൂസിനെ കുറിച്ച് പഠിച്ചു. അഹിംസ, സിംപ്ലിസിറ്റി, അങ്ങനെ ഒരുപാട് വാല്യൂസിനെ കുറിച്ച് പഠിച്ചു. അതിൽ ഏത് വാല്യൂസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അതാണ് വാല്യൂ എന്നുള്ള ഒരു പാർട്ടിൽ വരുന്നത്. സിംപ്ലിസിറ്റിക്കാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് എന്ത് വാല്യൂ. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ക്യാരക്ടർ ഫോം ചെയ്യണമെങ്കിൽ ഒറ്റ വാല്യൂ മാത്രം പോരാ അല്ലെ, ഒരുപാട് വാല്യൂസിന്റെ എന്താ ഇന്റർ റിലേഷൻഷിപ്പ് ആയിട്ടാണ് നമുക്ക് ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ഫോം ചെയ്യുന്നത്. അപ്പൊ അതിനെങ്ങനെയാണ് ഓർഡറിൽ അതിന്റെ റിലേഷൻഷിപ്പ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഓർഗനൈസേഷന്റെ പാർട്ടിൽ വരാം. ഇനി ഞാൻ എന്ത് ചെയ്യാം, ആ ഒരു സിംപ്ലിസിറ്റി എന്നുള്ള ഞാൻ പഠിച്ചിട്ടുള്ള ആ ഒരു വാല്യൂ ഞാൻ എന്റെ ലൈഫിൽ എന്ത് ചെയ്യാണ്, ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് ഞാൻ ക്യാരക്ടർ ഫോം ചെയ്തു എന്ന് പറയാം. ഓക്കെ, അപ്പം ഇത്രയും സ്റ്റെപ്പുകളാണ് അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്നത്. ഇനി അഫക്റ്റീവ് ഡൊമൈനിൽ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസുകളെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ആറ്റിറ്റ്യൂഡ് സ്കെയിൽസ്, മോട്ടിവേഷണൽ സ്കിൽസ്, ഇൻട്രസ്റ്റ് മെട്രിക്സ്. ഓക്കെ, ആറ്റിറ്റ്യൂഡ് സ്കെയിൽസ് എന്താണ്? ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് ഈസ് എ ഡിസ്പൊസിഷണൽ റെഡിനെസ് ടു റെസ്പോണ്ട് ടു എ സർട്ടൻ സിറ്റുവേഷൻ, പേഴ്സൺ ഓർ ഒബ്ജക്റ്റ് ഓഫ് in a consistent manner which has been learned and has become one typical mode of response. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ മനോഭാവം അല്ലെ, ഒരു വ്യക്തിക്ക് എന്താ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ചില വ്യക്തികളുമായിട്ട് അല്ലെങ്കിൽ ചില ആശയങ്ങളോടുള്ള ആളുടെ സ്ഥിരമായ പ്രതികരണത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, അല്ലെങ്കിൽ ഒരു സ്ഥിരമായിട്ട് പ്രതികരിക്കാനുള്ള ഒരു എന്താ പറയാ, പ്രതികരണങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ എന്നൊക്കെ പറയുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ആറ്റിറ്റ്യൂഡ് എന്ന് പറയാ. ഇറ്റ് ഈസ് എ നമ്മള് ഡെഫിനിഷനിൽ നോക്കുകയാണെങ്കിൽ കാണാം, ആറ്റിറ്റ്യൂഡ് ഈസ് എ ഡിസ്പൊസിഷണൽ റെഡിനെസ് അല്ലെ, അതായത് അതൊരു മൈൻഡിന്റെ ഒരു മാനസികാവസ്ഥയാണ് അല്ലെ. ഡിസ്പൊസിഷണൽ റെഡിനെസ് ടു റെസ്പോണ്ട് ടു എ സർട്ടൻ സിറ്റുവേഷൻ എന്നാണ്. അതായത് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഡിസ്പൊസിഷൻ ഓഫ് മൈൻഡ് ആണ്, മനസ്സിന്റെ ഒരു മാനസികാവസ്ഥയാണ് അല്ലെ. അതായത് കാര്യങ്ങളെ എങ്ങനെയാണ് ഞാൻ വ്യൂ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാട്. ഓക്കെ, അപ്പൊ ആറ്റിറ്റ്യൂഡ് അങ്ങനെയുള്ള ആ ഒരു കാഴ്ചപ്പാടിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആറ്റിറ്റ്യൂഡ് സ്കെയിൽസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ആറ്റിറ്റ്യൂഡ് സ്കെയിൽസിൽ മെയിൻ ആയിട്ട് വരുന്നത് ടേൺസ്റ്റോൺ ഈക്വൽ ഇന്റർവൽ സ്കെയിൽസ് ഉണ്ട്, അതുപോലെ ലിങ്കേർഡ് സമ്മേറ്റീവ് സ്കെയിൽസ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇത് രണ്ടും മെയിൻലി നമ്മുടെ ടീച്ചിങ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടീച്ചിങ് എന്ന പ്രൊഫഷനിൽ ഫേമസ് ആയിട്ടുള്ള രണ്ട് ആറ്റിറ്റ്യൂഡ് സ്കെയിൽസുകളാണ്. അതായത് പഠിപ്പിക്കുക, അതായത് അധ്യാപനം എന്നുള്ള ആ ഒരു പ്രൊഫഷനോട് എന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓരോ പേഴ്സന്റെ ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് സ്കെയിൽസുകളാണ് ടേൺസ്റ്റോൺ ഈക്വൽ ഇന്റർവൽ സ്കെയിൽസ് ഓഫ് ആറ്റിറ്റ്യൂഡും അതുപോലെ ലിങ്കേർഡ് സമ്മേറ്റീവ് സ്കെയിൽസ് ഓഫ് ആറ്റിറ്റ്യൂഡ്. ടേൺസ്റ്റോൺ ഈക്വൽ ഇന്റർവൽ ആറ്റിറ്റ്യൂഡ് ഇതിന് നോക്കുകയാണെങ്കിൽ മെയിൻലി അതൊരു ലാർജ് നമ്പർ ഓഫ് പീപ്പിൾസിന് എന്ത് ചെയ്യാം, ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇലക്ഷനിലൊക്കെ ടൈമിൽ നമ്മൾ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് ചോദിക്കില്ലേ, ആരാണ് ജയിക്കാൻ ചാൻസ് കൂടുതൽ, അങ്ങനെ ഒരു ലാർജ് നമ്പർ ഓഫ് പീപ്പിളിന്റെ ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുക്കൂലെ, അതിന് ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഇലക്ഷന്റെ റിസൾട്ട് ഒക്കെ പ്രെഡിക്ട് ചെയ്യും അല്ലെ. അതെ, കാരണം ഇത്രയും ആളുകൾ ഇങ്ങനെയാണ് പറയുന്നത്, അവർക്ക് ഈ ആളോടാണ് എന്തുള്ളത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളത്, ഈ ആൾ ജയിക്കാൻ ചാൻസ് ഉണ്ട്.
അങ്ങനെ നമ്മൾ പറയാറില്ല. അങ്ങനെ ഒരു ലാർജ് നമ്പർ ഓഫ് പീപ്പിൾസിന്റെ ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേഴ്സ്റ്റൺ ലീഗൽ ഇന്റർവൽ സ്കെയിൽസ് ഓഫ് ആറ്റിറ്റ്യൂഡ് യൂസ് ചെയ്യാറുള്ളത്. അതിൽ മോർ ദാൻ 20 ഓർ മോർ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരിക്കും. ആ ഒരു സ്റ്റേറ്റ്മെന്റ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു, യെസ് ഓർ നോ എന്നുള്ള രീതിക്ക് എന്തുണ്ടായിരിക്കും റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യും. ഏതാണോ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സിന് ഓക്കെ ആയിട്ടുള്ള റെസ്പോൺസ് അതിന് മേലെ എന്ത് ചെയ്യും, ടിക്ക് ചെയ്യും. അങ്ങനെ എടുത്ത ഓരോ സ്റ്റേറ്റ്മെന്റ്സിനും എന്ത് ചെയ്യും, നമ്മൾ റെസ്പോണ്ട് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് അതിന്റെ മീൻ നമ്മൾ എടുക്കുമ്പോൾ ആ മീൻ വാല്യൂ നമുക്ക് എന്താണോ കിട്ടുന്നത് അതാണ് നമുക്ക് അതിനോടുള്ള ആറ്റിറ്റ്യൂഡ്. ഓക്കെ, ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ആറ്റിറ്റ്യൂഡ് സ്കെയിൽസിൽ നമ്മൾ ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യും. ഇനി ലിക്കേർഡ് സമ്മേറ്റീവ് റേറ്റിംഗ് സ്കെയിൽ ആണെങ്കിൽ അതിന് നമ്മൾ മറ്റത്തില് അതായത് ക്വസ്റ്റോണില് നമ്മൾ നമ്പേഴ്സ് ആയിട്ടാണ്. ഇപ്പം ആറ്റിറ്റ്യൂഡിന്റെ ഒരു 5 സ്കെയിലോ പോയിന്റ് സ്കെയിലൊക്കെയാണ്, നമ്മൾ 11 പോയിന്റ് സ്കെയിലൊക്കെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ലിക്കേർഡ് സമ്മേറ്റീവ് റേറ്റിംഗ് സ്കെയിലില് മെയിൻലി സ്റ്റേറ്റ്മെന്റ്സുകളാണുള്ളത്. അതായത് നമ്പേഴ്സ് ന്യൂമറിക്കൽ വാല്യൂ അസൈൻ ചെയ്യുന്നതിന് പകരമായിട്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത്. അഗ്രി, ഡിസഗ്രി, സ്ട്രോങ്ലി അഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി, അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സുകളാണ് ഉണ്ടാവുക. ആ സ്റ്റേറ്റ്മെന്റ്സുകൾക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ആറ്റിറ്റ്യൂഡ് സ്കെയിൽസ് നമുക്ക് എന്തൊക്കെയാണ് അതിനോടുള്ള യൂസുകൾ, നമുക്ക് ഒരാളുടെ ലൈക്കും ഡിസ്ലൈക്കും ഒക്കെ അറിയാൻ വേണ്ടി പറ്റും. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും അല്ലെ. ഇനി അതിന്റെ ലിമിറ്റേഷൻ എന്താ, ആറ്റിറ്റ്യൂഡ് സ്കെയിൽസിൽ ചില ആളുകൾക്ക് എന്താ ഉണ്ടായിരിക്കില്ല, ആളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, പ്രോപ്പർ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ള കാര്യം ഉണ്ടായിരിക്കില്ല. ചില ആളുകൾക്ക് റിയൽ ലൈഫിൽ ഉള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ അവർക്ക് എന്തായിരിക്കും ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു ആറ്റിറ്റ്യൂഡ് സ്കെയിൽസിൽ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത് നല്ലതാണ്, അപ്പൊ ഞാൻ നല്ലതല്ല, എനിക്കിഷ്ടമല്ല എന്നുള്ള രീതിക്ക് ഞാൻ ആറ്റിറ്റ്യൂഡ് എന്റെ അതിനോടുള്ള ആറ്റിറ്റ്യൂഡ് ഞാൻ റെസ്പോണ്ട് ചെയ്തു. പക്ഷെ റിയൽ ലൈഫിൽ ചിലപ്പോൾ എനിക്ക് ജങ്ക് ഫുഡൊക്കെ തന്നെ ഞാൻ നല്ലോണം കഴിക്കുന്നുണ്ടായിരിക്കില്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. ആറ്റിറ്റ്യൂഡ് നമ്മൾ ആ ഒരു സ്കെയിലിൽ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു സെയിം സംഭവം തന്നെ നമ്മുടെ റിയൽ ലൈഫിൽ വന്നാലും നമ്മൾ അതിനെ ആ ഒരു ലെവലിൽ തന്നെ നോക്കി കാണുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉറപ്പ് പറയാൻ പറ്റില്ല. പിന്നെ ആറ്റിറ്റ്യൂഡ് സ്കെയിലുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റ്സുകളും ചിലപ്പോൾ പ്രോപ്പർ ആയിട്ടായിരിക്കില്ല, ചിലത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരിക്കും. അതായത് ചിലപ്പോൾ ഞാൻ എഡ്യൂക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നോട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പേഴ്സണൽ ആയിട്ട് ഉള്ള വേറെ എന്തെങ്കിലും ആറ്റിറ്റ്യൂഡുകളെ കുറിച്ചിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അതിൽ ഇൻക്ലൂഡ് ആവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലോ. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരിക്കാം. അതിന് എന്തുണ്ടായിരിക്കണം, പ്രോപ്പർ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അതൊക്കെ എന്ത് ചെയ്യാം, എല്ലാ ടൈമിലും നടന്നോളണമെന്നില്ല. അതൊക്കെ ആറ്റിറ്റ്യൂഡ് സ്കിൽസിന്റെ ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ് വരുന്നത് മോട്ടിവേഷൻ സ്കെയിലാണ്. മോട്ടിവേഷൻ ഈസ് എ പ്രോസസ് ഓഫ് അറൗസിംഗ്, മെയിൻറ്റെയിനിങ് ആൻഡ് കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഇൻ എ ഗോൾ ഡയറക്റ്റഡ് പാറ്റേൺ ഓഫ് ബിഹേവിയർ. മോട്ടിവേഷൻ മെഷർ ചെയ്യാൻ നമ്മൾ മെയിൻലി മോട്ടിവേഷൻ സ്കെയിൽസ് യൂസ് ചെയ്യും. മില്ലർ മോട്ടിവേഷൻ സ്കെയിൽസ്, അതുപോലെ തന്നെ സ്മിത്ത് ഇൻവെന്ററി കണ്ടെയ്നിങ് 81 items for measuring one motivation, Maslow's inventory containing 15 items that measure one's motivation, Mainstream inventory with 77 items measuring one's motivation. ഇതൊക്കെ മോട്ടിവേഷൻ സ്കെയിൽസിന് എന്താണ് എക്സാമ്പിൾ ആണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ടെസ്റ്റ് ഐറ്റംസ് ഉണ്ടായിരിക്കും, അതിന് ടെസ്റ്റ് ചെയ്യാൻ ആൻസർ ചെയ്യേണ്ട കുറച്ച് കാറ്റഗറീസ് ഉണ്ടായിരിക്കും, പിന്നെ മീൻ എടുക്കും. എല്ലാത്തിലും സെയിം പ്രൊസീജിയർ തന്നെയാണ്, പക്ഷെ നമ്പർ ഓഫ് ടെസ്റ്റ് ഐറ്റംസിനും അതുപോലെ റെസ്പോണ്ട്, അതായത് അഗ്രി ഡിസഗ്രി ആ ഒരു ഫോർമാറ്റിലാണോ, ഇത് 1 2 3 4 അങ്ങനെ നമ്പേഴ്സ് ആയിട്ടാണ്, അങ്ങനെയുള്ളതിനും അത് ഡിഫറൻസ് വരാം. ഓരോന്നിനും എന്താണെന്നുള്ളത് പഠിക്കാം. നെക്സ്റ്റ് വരുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വളണ്ടറി ഇൻവോൾവ്മെന്റ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെ. അതായത് ഒരാൾക്ക് ഒരു ആക്ടിവിറ്റിയോടുള്ള താല്പര്യത്തിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയാറ്. അതായത് വളണ്ടറി ആയിട്ട് ചെയ്യുന്ന കാര്യം, ആരും നിർബന്ധിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല, നമുക്ക് ഒരു സാധനത്തോടുള്ള ഇഷ്ടത്തോടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്ത് പറയാ, ഇൻട്രസ്റ്റ് എന്ന് പറയാം. ഇൻട്രസ്റ്റ് നമ്മൾ മെഷർ ചെയ്യാറ് ഇൻട്രസ്റ്റ് ഇൻവെന്ററീസ് യൂസ് ചെയ്തിട്ടാണ്. ജനറൽ ഇൻട്രസ്റ്റ്, വൊക്കേഷണൽ ഇൻട്രസ്റ്റ്, എഡ്യൂക്കേഷണൽ ഇൻട്രസ്റ്റ്, അങ്ങനെ 3 കാറ്റഗറീസിലായിട്ടാണ് നമ്മൾ ഇൻട്രസ്റ്റിനെ മെഷർ ചെയ്യുക. അപ്പം അതിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഇൻവെന്ററി യൂസ് ചെയ്തിട്ടാണ് ഇൻട്രസ്റ്റ് മെഷർ ചെയ്യാറുള്ളത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഫുഡ് പ്രിഫറൻസ് റിപ്പോർട്ടിൽ മെയിൻലി ഒരു 9 to 16 ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളെ മെഷർ ചെയ്യാൻ വേണ്ടി, ആളുകളുടെ ഇൻട്രസ്റ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫുഡ് പ്രിഫറൻസ് റിപ്പോർട്ട് യൂസ് ചെയ്യുന്നത്. അത് മെയിൻലി ഔട്ട്ഡോർ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടേഷണൽ, സയന്റിഫിക്, പെർസ്വേസീവ്
ആർട്ടിസ്റ്റിക്, ലിറ്ററസി, അതുപോലെ ലിറ്റററി, അതുപോലെ മ്യൂസിക്കൽ, സോഷ്യൽ സർവീസ് ആൻഡ് ക്ലറിക്കൽ. ഇത്രയും ടെസ്റ്റ് സ്കെയിലുകളാണുള്ളത്. അതായത് ഇത്രയും ഏരിയാസിനെയാണ് അവർ ഈ ഏരിയാസിലുള്ള ഇൻട്രസ്റ്റുകളാണ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അവർ ചെക്ക് ചെയ്യുന്നത്. അതിൽ 504 ഐറ്റംസ് ഉണ്ട്. 3 പോസിബിൾ ചോയ്സസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് ലൈക്ക്, ഡിസ്ലൈക്ക്, അങ്ങനെ 3 പോസിബിൾ ചോയ്സസ് ഉണ്ടായിരിക്കും. 504 ഐറ്റംസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് സ്ട്രോങ് വൊക്കേഷണൽ ഇൻട്രസ്റ്റ് ബാങ്ക് ആണ്. സ്ട്രോങ് വൊക്കേഷണൽ ഇൻട്രസ്റ്റ് ബാങ്ക് നമ്മൾ പഠിക്കുന്നതിൽ ഏത് ഏരിയയിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രോങ് വൊക്കേഷണൽ ഇൻട്രസ്റ്റ് ബാങ്ക് ഇൻവെന്ററി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് മെൻസിന് വേറെ വുമൻസിന് വേറെ രണ്ട് കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മെൻസിൻ്റെതാണെങ്കിൽ 47 വൊക്കേഷനും 28, വുമൻസിൻ്റെതാണെങ്കിൽ 28 വൊക്കേഷൻസ് ഉണ്ട്. 11 സെക്ഷനിലെ അണ്ടറിലായിട്ടാണ് ഇത്രയും വൊക്കേഷൻസ് അവർ ചെയ്തിട്ടുള്ളത്, ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 400 ടെസ്റ്റ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഓരോ ടെസ്റ്റ് ഐറ്റംസിനും നേരെ നമുക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ലൈക്കും ഡിസ്ലൈക്കും ഒക്കെ നമ്മൾ മാർക്ക് ചെയ്യുക. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഇൻട്രസ്റ്റ് അവർ കാൽക്കുലേറ്റ് കണ്ടുപിടിക്കും. ഇനി സ്ട്രോങ് ക്യാമ്പൽ ഇൻട്രസ്റ്റ് ഇൻവെന്ററി ഉണ്ട്. ഡേവിഡ് പി ക്യാമ്പൽ ആണ് അതിൻ്റെ ചെയ്തിട്ടുള്ളത്, മോഡിഫൈ ചെയ്തിട്ടുള്ളത്. അതിന് മെയിൻ ആയിട്ട് 3 റെസ്പോൺസുകളാണുള്ളത്. ലൈക്ക്, ഇൻഡിഫറൻറ്റ്, ഡിസ്ലൈക്ക്. അത് കാറ്റഗറീസ് മെയിൻലി വരുന്നത് ഓക്യുപ്പേഷൻ, സ്കൂൾ, സബ്ജക്ട്, ആക്ടിവിറ്റി, ഡേ ടു ഡേ ലൈഫ്, അമ്യൂസ്മെന്റ് ആൻഡ് ഡേ ടു ഡേ കോണ്ടാക്ട് വിത്ത് വേരിയസ് ടൈപ്പ് ഓഫ് പീപ്പിൾ. ഇത്രയും സെക്ഷൻസുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്ട്രോങ് ക്യാമ്പൽ ഇൻട്രസ്റ്റ് ഇൻവെന്ററി ആക്ട് ചെയ്യുന്നത്. യെസ്, നോ, നോട്ട് ഷുവർ എന്നിങ്ങനെയുള്ള 3 പ്രിഫേർഡ് ആയിട്ടുള്ള എന്തുണ്ട് റെസ്പോണ്ടുകളുണ്ട്. അത് മെയിൻലി 2 പാർട്ട് ഉണ്ട്. അതായത് ട്രയാഡ്സ് ഫോർമാറ്റിൽ എന്ത് ചെയ്യേണ്ട ആൻസർ ചെയ്യേണ്ടതുണ്ട്. അതായത് നോ, നോട്ട് ഷുവർ എന്നുള്ള 3 റെസ്പോൺസുകൾ ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. ഇനി നെക്സ്റ്റ് വൺ ക്രിസ്റ്റോൺസ് ഒക്യുപ്പേഷണൽ ഇൻട്രസ്റ്റ് ഷെഡ്യൂൾ ആണ്. ഇത് മെയിൻലി 3400 കോളേജ് സ്റ്റുഡൻസിൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻവെന്ററി ആണ് കേട്ടോ, ഇൻട്രസ്റ്റ് ഇൻവെന്ററി ആണ്. അതായത് 400 കോളേജ് സ്റ്റുഡൻസുകളിൽ അവരുടെ ഇൻട്രസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസ്, ഇൻവെന്ററി എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല, ഇത്രയും ക്വസ്റ്റ്യൻസ് അവർ ചെയ്തിട്ടുണ്ട്, ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് അത്രയും വാലിഡിറ്റി, റിലയബിലിറ്റി ഒക്കെ ഉണ്ട്. കാരണം ഓരോ സ്റ്റുഡൻസും അത്രയും സ്റ്റുഡൻസിൽ ടെസ്റ്റ് ചെയ്ത് വിജയിച്ചിട്ടുള്ളതാണ്. അപ്പൊ ക്രിസ്റ്റോൺ ഒക്യുപ്പേഷണൽ ഇൻട്രസ്റ്റ് ഇൻവെന്ററി ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. കാരണം ഒന്നാമത് അതിന്റെ ഇത്രയും നമ്പർ ഓഫ് സ്റ്റുഡൻസിൽ അവർ ടെസ്റ്റ് ചെയ്തെന്നുള്ള ഒരു കാര്യം കൊണ്ടാണ്. അതുകൊണ്ട് അതിന്റെ വാലിഡിറ്റി, റിലയബിലിറ്റി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പെടുത്താൻ പറ്റില്ല. ഈ ഒരു കാര്യത്തിലും ലൈക്ക്നെസ്, ഇൻഡിഫറൻസ്, ഡിസ്ലൈക്ക് എന്നിവയും 3 ടെസ്റ്റ് റെസ്പോൺസുകളാണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ലീത്ത് ഓർ ഒക്യുപ്പേഷണൽ ഇൻട്രസ്റ്റ് ഇൻവെന്ററി. അതിന് മെയിൻലി വരുന്നത് 40 ടെസ്റ്റ് ഐറ്റംസ് ആണ്. ഓരോ ടെസ്റ്റ് ഐറ്റംസിനും നേരെ ടിക്ക് ചെയ്യുക. പിന്നെ സോഷ്യൽ ആൻഡ് പേഴ്സണൽ, റിലേറ്റഡ് ടു നേച്ചർ, മെക്കാനിക്കൽ, എക്കണോമി, ആർട്ട് ആൻഡ് സയൻസ്, അങ്ങനെ 6 കാറ്റഗറീസിലായിട്ടാണ്, 6 ഒക്യുപ്പേഷനിലായിട്ടാണ് ഈ ഒരു ഇൻവെന്ററി വർക്ക് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത പാർട്ട് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്പ് ഓഫ് ടെസ്റ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും ക്ലിയർ ആയി വിചാരിക്കുന്നു. താങ്ക് യു.